ഏതാ ആ ആ സമയത്താണ് മുഖ്യമന്ത്രി പോലീസിനെ സംസാരിക്കുന്നത്. അല്ല അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം ആ ഡോക്യുമെന്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെന്റ് അല്ലേ? അല്ല, ഈ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടോ? അത് ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെന്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയൂ. ആ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു, 33 ലക്ഷത്തിന് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകം അല്ലേ? ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? പിന്നെ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങളുടെ വർത്താനല്ല, വേറെ പറഞ്ഞേ പറയും. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ചോദ്യത്തിന് എന്തിനാ ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല. അഭിപ്രായമില്ല, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായൊരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല പറഞ്ഞാൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ ഈ സമൂഹത്തിൽ? ഒരു സാധാരണ മനുഷ്യനെന്ന് അത് അത് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ കുറേ മറുപടി അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. അത് നിങ്ങളോട് വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ആരെയും വർത്തമാനം പറയാം. അല്ല, അത് വേറെ വിഷയം. ഇയാളുടെ ഒരു അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയണ്ടേ. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം ഇല്ല. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ തന്നെ വർത്തമാനം പറയുന്നു. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സായോ? അങ്ങനെ വിഷയം മാറ്റണോന്നല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ പൂതി വെച്ച് എൻ്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ ഉത്തരവും പറയണം. മനസ്സിലായോ? എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എത്ര കാലം കാത്തുക്കും? എത്ര കാലം കാത്തിക്കണം പറയും. അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. ബൈബിളില് ഒരു വാക്യമുണ്ട്, എന്താ അറിയോ? ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ പൊന്നാര അരുണേ, നീ ഇവിടുന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയമില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ പത്രക്കാരൻ. നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചൊക്കെയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് അന്ന് നിന്റെ ഇതിലൊന്ന് വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ചെയ്തു തരുമോ? അരുണ ചെയ്തു തരുമോ? അത് ചെയ്യോ? അല്ല, അത് ചെയ്യല്ലോ. ഇത് നിങ്ങളെ ബാക്കിയല്ലേ. നിങ്ങളൊരു 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ മനോവീര്യം അൻവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്കെതിരെതൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താൻ 100% തെറ്റാണ്. പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം. ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്താ? ഞാൻ ഓരോ വാർത്താ സമ്മേളനത്തിലും വിളിക്കുന്ന പറഞ്ഞ കാര്യം പറയാനല്ലല്ലോ. ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ സാധനം തരല്ലേ, ഓരോ തെളിവുകൾ തരല്ലേ, ഓരോ ഡോക്യുമെന്റ് തരല്ലേ. ഇത് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം അല്ലല്ലോ പറയുന്നത്. ഞാൻ ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് എന്താ തന്നത്? ഈ ഡോക്യുമെന്റ് അല്ലേ. ഇപ്പൊ ഹൈദരാബാദിൽ
ഫോൺ ചോർത്തി. എവിടെ ഡി ജി പി? എവിടെ ഡി ജി പി? നാട് വിട്ടില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഇപ്പം എന്നെ അന്വേഷിക്കണം, നിങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ വായിച്ചു തരാം. പത്രക്കാർ പറഞ്ഞാൽ ഇടയ്ക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു സാധനം വായിക്കൂല, എന്നിട്ട് വെറുതെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല ഇതൊക്കെ. എന്നിട്ട് ഞാനൊരു കള്ളൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൊന്നാട് സഹോദരന്മാരെ, ഇപ്പം ഒന്ന് കേട്ടെ, ഒറ്റ മിനിറ്റ്. ഒന്ന് കേട്ടേക്ക്, ഒറ്റ മിനിറ്റാ. കഴിഞ്ഞ വർഷം രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഫോൺ ചോർത്തൽ കേസ് പുറത്തറിയുന്നത്. പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നതരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത്. നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി. മുൻ DCP രാധാകിഷൻ റാവുവാണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. BRSന്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാഷെ, നിന്റെ പാർട്ടി. സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു, അഡീഷണൽ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി T. പ്രഭാകരൻ റാവുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശം TV ചാനൽ 1 ന്യൂസ് നടത്തുന്ന ശരവണൻ റാവു, പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. നീ അങ്ങനെ വന്നിട്ട് നീ ഇത് കേട്ടത് എങ്ങനെയാണ് ചോർത്തിയതെന്നല്ലേ കേൾക്കണ്ടല്ലോ. തോമസട്ടി ഉറങ്ങാം, ചിലപ്പോൾ ഉറക്കം വരും. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന ഇൻ്റലിജൻസ് സാങ്കേതിക കൺസൾട്ടൻ്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ച്, അവിടെ വേറെ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്, ടാപ്പ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു? ഇസ്രായേലിൽ നിന്ന് സാധനം ഇറക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ അരീക്കോട്ട് അങ്ങാടിയിൽ ആ കുന്നിൻ്റെ മുകളിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇൻ്റർസെപ്ഷൻ സെൻറ്റർ. അവിടുന്ന് ഫോൺ ചോർത്തുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആ പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. ഇന്നും അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ 3 ആൾ ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. ഒന്ന് മാറ്റെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞതെന്താ, ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു. ഇപ്പോൾ തോന്നി ഇതിലൊന്നും അന്വേഷണമില്ല. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയുക, DGPയുടെ നേതൃത്വത്തിലുള്ള SIT ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം പോകുന്നുണ്ട്. പാരലൽ അന്വേഷണം നടക്കുക. ആരാ? ഈ MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ. ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എന്താണ് PV അൻവറിന് ബഹുമതി കിട്ടിയത്? ആരാണ് ആ വിവരം കൊടുത്തത്? എവിടെ നിന്നാണ് ഈ മറ്റേ റിപ്പോർട്ടർ അവൻ്റെ കയ്യിൽ വന്നത്? ഇത് അന്വേഷണം നടക്കുക. ആരാ തെളിവ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണയിട്ട് വന്നവർ ആരാ വീട്ടിലാണ് അൻവറിൻ്റെ ആളുകൾ പോകുന്നത്? ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നടക്കട്ടെ. അതെ, വരട്ടെന്ന്. ഞാനൊരു കേസ് ഉണ്ടാവില്ല, അങ്ങനെ സുഖമായിട്ട് ഇറക്കും വിചാരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പാടെ കൂടി നാളെ തന്നെ ജയിലിടൂല എന്നില്ല. എന്താ, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം. ഇവിടെ ഈ ഗവൺമെൻറ്റിന് രണ്ടാമതും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോട് കമ്മിറ്റിയുള്ള ഒരു ഗവൺമെൻറ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നാ. അതെനിക്കറിയില്ലാന്ന്. എന്ത് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യാനാന്ന്? ഞാൻ എൻ്റെ വീട്ടുകാരത്തിൽ ഇറങ്ങിയല്ലോ.
അല്ല അതൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്ക് അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല നിങ്ങൾ ഈ പറഞ്ഞ ടി വിയുമായി വാർത്തയൊന്നും കാണാൻ ഞാൻ ഈ പണിയിലല്ലേ. ആരെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫ് ആരെങ്കിലും തരും, അതൊന്നും നോക്കുന്നല്ലാതെ വേറെ എന്താ നമ്മൾ നോക്കുന്നത് എനിക്കറിയില്ല. വാർത്തകളുടെ തലക്കെട്ട് പോലും അണികൾ മനുഷ്യരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എൻ്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറേ ചവിട്ടി കുട്ടിയ ആളുകളല്ല നിങ്ങൾ. നാളെ ചവിട്ടി കൂട്ടാൻ കിട്ടി നിങ്ങൾ ചവിട്ടി ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ ഞാൻ അങ്ങനെ ആനപ്പുറത്താണ്, അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ, ഈ ഇരിക്കുന്ന നിങ്ങളാണ് പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കൗൺസിലിൽ ഡേറ്റ് വേണമെങ്കിൽ തന്നെ പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും, ഒരു കുമ്പിൾ കഞ്ഞി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS ആണ് 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPS കുട്ടി എനിക്ക് കടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കുമാട്ടെ നിങ്ങൾ.